മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ ചൂളാട്ടിപ്പാറ വാരിയോട് എന്ന സ്ഥലത്ത് 2025 ഒക്ടോബർ 4-ാം തീയതി വമ്പിച്ച ഊർജ്ജ പ്രദർശനം നടക്കുകയാണ്. മലപ്പുറത്തിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളും പല ദിക്കിൽ നിന്നും പല ദേശത്തിൽ നിന്നും ആളുകൾ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഊർജ്ജകൾ 10 ജോഡി ഊർജ്ജകൾ ഇവിടെ മാറ്റിവെക്കുന്നു. മണ്ണിൻ്റെ ഗന്ധമറിയുന്ന, മണ്ണിനോട് സ്നേഹമുള്ള എല്ലാ കർഷകരും ഇതിലേക്ക് വന്നിരിക്കുന്നു. പുതുതലമുറ ഈ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയും എന്താണ് ഊർജ്ജത്തുള്ളി, എന്താണ് കാളപ്പുട്ട്, എന്താണ് പോത്തുപുട്ട് എന്നും ഇപ്പോഴും വരും തലമുറക്ക് അറിയുന്നില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതേപോലെ കൃഷിയിലേക്ക് വരും തലമുറയെ ആകർഷിക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടലായ കൃഷിയെ നിലനിർത്തുവാനും ഉദ്ദേശിച്ചാണ് ഈ ഊർജ്ജത്തുള്ളി ഇവിടെ സംഘടിപ്പിച്ചത്. ഊർജ്ജത്തുള്ളി എന്ന് പറഞ്ഞാൽ 2 മൂരികൾ തമ്മിൽ വെച്ചുകെട്ടി അതിനെ പായിപ്പിക്കുന്നതാണ് ഊർജ്ജത്തുള്ളി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാളപ്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളയും ഒരു മൂരിയെയും വെച്ച് പായിപ്പിക്കുന്നതിനെയാണ് കാളപ്പുട്ട് എന്ന് പറയുന്നത്. പോത്തുപുട്ടിന് എല്ലാവർക്കും അറിയാം, 2 പോത്തുകളെ വെച്ച് പായിപ്പിക്കുക, അതാണ് പോത്തുപുട്ട്. ചൂളാട്ടിപ്പാറ വാരിയോട് ഇപ്പോൾ നടക്കുന്ന മനോഹരമായ ഊർജ്ജത്തുള്ളിയുടെ രംഗങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ പകർത്തുകയാണ്. അത് നിങ്ങൾ കണ്ട് ആസ്വദിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭക്ഷണം നിരത്തിയിട്ടുണ്ട്. എല്ലാവരും ചെന്ന് ഭക്ഷണം കഴിക്കേണ്ടതാണ്. താങ്കളൊക്കെ വെള്ളം കഴിക്കണം. ആ മോട്ടർ നടക്കണം. ഇന്നത്തെ ഓർമ്മ പോകുന്നു. കുത്തുവോ നമ്മളെ ശനോ അതാണല്ലോ കിച്ചല്ലേ അതായില്ല ഭാവിയിൽ വെള്ള കമ്പനിടാ കൂട്ടോ വെള്ളം കൊടുക്കാൻ വേണ്ടി
എല്ലാ കാളപൂട്ട് കണ്ടങ്ങളിലും പോത്തുപൂട്ട് കണ്ടങ്ങളിലും കാലിച്ചന്തയിലും പേരും പ്രശസ്തിയും അറിയിച്ച തൈലമാണ് മണ്ണിലാൽ തുളസി തൈലം. എവിടെ കാളപ്പൂട്ടുണ്ട് അവിടെ ഞാൻ ഉണ്ടാവും. ഇന്നലെ ഇല്ല കാളപ്പൂട്ട് വെള്ളിയാഴ്ച, പിന്നാണ് ബി ഗ്രൂപ്പിന്റെ പൂട്ട് പെരുമണ്ണ, അതിന്റെ മണ്ണത്ത് ചൊവ്വാഴ്ച സൂപ്പർ ബസാർ കൊണ്ടോട്ടി, നാളെ എടക്കര കാലപ്പുറം, അതല്ലെങ്കിൽ കാലിച്ചന്ത. എവിടെ കാളപ്പൂട്ടുണ്ടോ കാലിച്ചന്തയുണ്ടോ? ഫോൺ നമ്പർ 8941178334 എന്ന നമ്പർ വിളിച്ചാൽ 3 ദിവസം കൊണ്ട് കേരളത്തിലെവിടേക്ക് ഞങ്ങൾ എത്തിച്ചേരും. കേരളത്തിലെവിടേക്കും 3 ദിവസം കൊണ്ട് കൊറിയർ സർവീസ് വഹിച്ചു തരും. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയതാണ്. അതുകൊണ്ടാണ് ഈ പാടം ഇതുപോലെ നിശബ്ദമായി നിൽക്കുന്നത്. ഒരു 2 മണിക്കൂർ നിർത്തി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും തുടർന്നാണ് ഇതേമാതിരി ഒരു ഉത്സവം ഉണ്ടാകുന്നു.